നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനൽ മത്സരങ്ങൾ വളരെ ആവേശത്തോടുകൂടി ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണല്ലോ ഫുട്ബോൾ ലോകം. നാളെ ആദ്യ സെമി ഫൈനൽ മത്സരം സ്പെയിനും ഫ്രാൻസും തമ്മിലൊരു തീപ്പൊരി കളി നടക്കുന്നു. അത് കഴിഞ്ഞിട്ട് നിലവിലെ ചാമ്പ്യന്മാരായ അർജൻറ്റീന ഇംഗ്ലണ്ടുമായിട്ട് ഏറ്റുമുട്ടുന്നു. ഇംഗ്ലണ്ട് വളരെ മികച്ച ടീമാണ്, പക്ഷേ അർജൻറ്റീന കൈ മെയ് മറന്ന് പോരാടുമെന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. അപ്പം നമ്മൾ നോക്കുന്നൊരു കാര്യം, ഈ രണ്ട് ടീമുകളിൽ ഇംഗ്ലണ്ടിന് കുറച്ച് അഡ്വാൻറ്റേജ് ഉണ്ട്. അത് അർജൻറ്റീൻ മാധ്യമം TYC സ്പോർട്സിൻ്റെ ഒരു വിലയിരുത്തലാണ്. അത് ലെസ് ഫാറ്റിക് അല്ലെങ്കിൽ ലെസ് വെയർ ആൻഡ് ടിയറിൽ വരുന്നത് ഇംഗ്ലണ്ട് ആയിരിക്കും. കുറച്ചുകൂടി ഫ്രഷായിട്ട് ഈ കളിക്ക് ഇറങ്ങാൻ പോകുന്നത് ഇംഗ്ലണ്ട് ആയിരിക്കും എന്നർത്ഥം. അതിന് കുറച്ച് കാരണങ്ങൾ അവർ പറയുന്നുണ്ട്. എന്തൊക്കെയാണ് ആ കാരണങ്ങൾ? ഒന്ന്, തീർച്ചയായിട്ടും അർജൻറ്റീന കടന്നു വന്ന പോലെയല്ല ഇംഗ്ലണ്ടിൻ്റെ കടന്നു വരവ്. ശരിയാണ്, അവർ നോർവേക്കെതിരെ എക്സ്ട്രാ ടൈം കളിച്ചിട്ടുണ്ട്. പക്ഷേ അർജൻറ്റീന അതിനു മുമ്പുള്ള കേപ്പ് വെർദെക്കെതിരെയുള്ള റൗണ്ട് ഓഫ് 32 മത്സരത്തിലും 90 മിനിറ്റ് അപ്പുറം കളിക്കേണ്ടി വന്നു. കൂടുതൽ പ്ലേയിങ് ടൈം കളിക്കളത്തിൽ നിൽക്കേണ്ടി വന്നിട്ടുണ്ട് അർജൻറ്റീനയ്ക്ക്. അത് താരങ്ങളെ വല്ലാതെ ക്ഷീണിപ്പിച്ചിട്ടുണ്ട് എന്നാണ് TYC സ്പോർട്സിൻ്റെ വിലയിരുത്തൽ. അതുകൂടാതെ ഈ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളുടെ ടൈമിങ് എന്ന് പറയുമ്പോൾ നേരത്തെ ഒരു 4 മണിക്കൂർ നേരത്തെയാണ് ഇംഗ്ലണ്ട് അവരുടെ ക്വാർട്ടർ ഫൈനൽ മത്സരം കളിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് 4 മണിക്കൂറുകൾക്ക് ശേഷമാണ് അർജൻറ്റീനയുടെ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൻ്റെ കിക്ക് ഓഫ് ഉണ്ടായിരുന്നത്. അപ്പം പ്ലെയേഴ്സിന് കൂടുതൽ റിക്കവറി ടൈം ലഭിച്ചിട്ടുണ്ട് ഇംഗ്ലണ്ടിൻ്റെ താരങ്ങൾക്ക്. അർജൻറ്റീന താരങ്ങൾക്ക് റിക്കവറി ടൈം കുറവാണ്. വർക്ക് ലോഡ് എങ്ങനെ മാനേജ് ചെയ്യും? അക്യുമുലേറ്റഡ് ഫിസിക്കൽ വർക്ക് ലോഡ് ഈ സ്റ്റേജിൽ, വേൾഡ് കപ്പിൻ്റെ ഈ സ്റ്റേജിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ അർജൻറ്റീൻ ക്യാമ്പ് മറ്റ് തരത്തിലുള്ള ടാക്റ്റിക്കൽ ട്രെയിനിങ്ങുകളേക്കാൾ കൂടുതൽ താരങ്ങളുടെ റിക്കവറിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നുള്ളത് TYC സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്നലെ കളിക്ക് ശേഷം ലയണൽ സ്കലോനിയും പറഞ്ഞതാണ്, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഞങ്ങളുടെ താരങ്ങളുടെ റിക്കവറിയാണ് എന്നുള്ളത്. സോ അതൊരു പ്രശ്നമാണ്. കൂടുതൽ ഫ്രഷ് ആയിട്ട് എത്തുക ഇംഗ്ലണ്ട് ആയിരിക്കും. കളിക്കളത്തിൽ ആ ഫ്രഷ്നെസ് അവർ പ്രകടിപ്പിച്ചാൽ അർജൻറ്റീന എങ്ങനെ പിടിച്ചു നിൽക്കും എന്ന ചോദ്യമുണ്ട്. അതോടൊപ്പം തന്നെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കൗണ്ടർ പോയിൻ്റ് കൂടി TYC സ്പോർട്സ് ഉയർത്തുന്നുണ്ട്. അതായത് ലോജിസ്റ്റിക്കിൻ്റെ കാര്യം നോക്കുമ്പോൾ ഒരല്പം ബുദ്ധിമുട്ടിയത് ഇംഗ്ലണ്ടാണ്. യാത്ര കൂടുതൽ ചെയ്തിട്ടുള്ളത്. സെമി ഫൈനലിലേക്ക് എത്തിയ ടീമുകളിൽ ഏറ്റവും അധികം കിലോമീറ്റേഴ്സ് കവർ ചെയ്യേണ്ടി വന്ന ടീം ഇംഗ്ലണ്ടാണ്. അതവർക്ക് ഫാറ്റിക് ഉണ്ടാക്കിയിട്ടുണ്ടാവും എന്നാണ് TYC സ്പോർട്സിൻ്റെ വിലയിരുത്തൽ. അതായത് കാൻസസ് സിറ്റിയാണ് ഇംഗ്ലണ്ടിൻ്റെ ബേസ് ആയിട്ട് തീരുമാനിച്ചിരുന്നത്. അതിനുശേഷം അവർ ഡല്ലസ് പോയി, ബോസ്റ്റണിൽ പോയി, ന്യൂയോർക്ക് പോയി, അറ്റ്ലാന്റയിൽ പോയി, മെക്സിക്കോ സിറ്റിയിൽ പോയിട്ട് മെക്സിക്കോക്കെതിരെ കളിച്ചു, പിന്നെ മയാമിയിൽ വന്ന് കളിച്ചു. ഈ ഓരോ കളിക്കിടയിലും അവരുടെ ഒറിജിനൽ ട്രെയിനിങ് ബേസായ കൻസസ് സിറ്റിയിലേക്ക് ട്രാവൽ ചെയ്യുകയും ചെയ്തിരുന്നു. ഫ്രം ദെയറാണ് പിന്നെ അവർ ഓരോ കളിക്കായിട്ട് വീണ്ടും പോയത്. അപ്പോൾ അക്യുമുലേറ്റഡ് കിലോമീറ്റേഴ്സ് 17,500 കിലോമീറ്റേഴ്സ് ഏതാണ്ട് അവർ ട്രാവൽ ചെയ്തിട്ടുണ്ട് ഈ കുറഞ്ഞ നാളുകൾ കൊണ്ട്. അത് ടീമിനെ ക്ഷീണിപ്പിച്ചിട്ടുണ്ടാകും എന്നുള്ളതാണ് അർജൻറ്റീനയ്ക്കൊരു പ്രതീക്ഷയായിട്ട് ഇപ്പോൾ TYC സ്പോർട്സ് പറയുന്നത്. ഏതായാലും ഇംഗ്ലണ്ടിനെ ഭയക്കണമെന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അർജൻറ്റീനയ്ക്ക് ഇമ്പോസിബിൾ ഒന്നുമല്ല ഇംഗ്ലണ്ടിനെ തോൽപ്പിക്കുക എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൻ്റെ എത്താം.